എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച കുരുമുളകും പച്ചമല്ലിയും കൂടിയും ചേർത്ത് വരട്ടി എടുത്തിട്ടുള്ള ഒരു മട്ടൻ റോസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ, ബീഫും കൂടി മാറി നിൽക്കും, അത്ര ടേസ്റ്റാണ് കേട്ടോ. നാട്ടിലൊക്കെ ഇപ്പോൾ പച്ച കുരുമുളക് അവൈലബിൾ അല്ലേ? അപ്പോൾ നാട്ടിലില്ലാത്തവർ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ തയ്യാറാക്കാമെന്ന്. ഒട്ടും ടെൻഷൻ വേണ്ട, നാടൻ കുരുമുളക് ചേർത്ത് തയ്യാറാക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചിക്കൻ വെച്ച് ചെയ്യാം, ബീഫ് വെച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫിൻ്റെ ടേസ്റ്റും കൂടി മാറി നിൽക്കും. അത്ര സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വെജിറ്റേറിയൻസിന് സോയ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം 3/4 കിലോളം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം വെച്ചിട്ടുള്ള മട്ടനാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പച്ചക്കുരുമുളക് തന്നെയാണ്. പച്ചക്കുരുമുളകാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. നാടൻ പച്ചക്കുരുമുളക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫ്രീസറിൽ വെച്ചതുകൊണ്ടിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അത് ഞാനെടുത്ത് വെള്ളത്തിലിട്ടതാണിത്. കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി ഇതില്ലാത്തവർക്ക് ഉണക്ക കുരുമുളക് 1.25 ടേബിൾ സ്പൂണോളം എടുക്കുക, എരിവിനനുസരിച്ച് ചേർക്കുക. പച്ചക്കുരുമുളക് ഉള്ളവർ അതെടുക്കുക, എത്ര വേണ്ടതെന്നുള്ളത് പറയാം. ഇത് ചെറിയ ഉള്ളി ഏകദേശം ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതും. അതുപോലെ മീഡിയം സൈസിലുള്ള ഒരു സവാള കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞതാണ്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു വലിയ കുടം ചൈനീസ് വെളുത്തുള്ളി, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം ഇഞ്ചി. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 2-2.5 ഇഞ്ചോളം നീളമുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫുൾ കുടം ചൈനീസ് വെളുത്തുള്ളി, വലിയ കുടം ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളകും കറിവേപ്പിലയാണ്. അത് എപ്പോഴൊക്കെ ചേർക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള പട്ട, അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 3-4 ഏലക്കായ, ഒരു 4 ഏലക്കായ, അത്യാവശ്യം വലുപ്പമുള്ള ഏലക്കായയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഒരു 3 ഗ്രാമ്പു. കൂടുതലായി കഴിഞ്ഞാൽ നല്ലോണം തൊണ്ട നീറാൻ തുടങ്ങും, കാന്തലി വരിക എന്ന് പറയും നമ്മൾ, അത് വരും. കാരണം കുരുമുളകും ചേർക്കുന്നതല്ലേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് സ്റ്റാറാണ്. സ്റ്റാർ മുഴുവൻ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ ഒരു 3 ഇതളേ ആവശ്യമുള്ളൂ കേട്ടോ. ഒരു 3 ഇതൾ എടുത്തിട്ടുണ്ട്. മസാലകൾ കൂടുതലായാൽ മസാല കുത്തു കൂടും, അപ്പോൾ കറിയുടെ ഒരു ടേസ്റ്റ് പോട്ടോ. ഇത് ജാതിക്കയാണ്. ഇനി നമുക്ക് ജാതിക്ക വേണം. ജാതിക്ക ഇത്രയൊന്നും ചേർക്കരുത്, വളരെ ചെറിയതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നാണ് ജാതിക്ക. ഒരു ചെറിയ 2 കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ജാതിക്കയുടെ. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ പോകുന്ന 2 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയേ ആവശ്യമുള്ളൂ, ഇതിനും കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തത് വേണ്ട പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഏകദേശം 1.25 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടി 1 ടീസ്പൂൺ എടുത്ത് പിന്നെ നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു 1/4 ടീസ്പൂൺ അപ്പം ചേർത്താലും മതി. ചെറുതായിട്ട് പെരിഞ്ജീരകം കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ ഇപ്പോൾ 1.25 ടീസ്പൂൺ ഒന്നിച്ച് തന്നെയാണ് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ഇപ്പം ഞാൻ വെള്ളമില്ലാത്തൊരു മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കി നന്നായിട്ട് പൊടിച്ചിങ്ങെടുത്താൽ മതി. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ളതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായി പൊടിഞ്ഞ് കിട്ടും എൻ്റെ മിക്സിയിൽ. പക്ഷേ ഇഞ്ചി ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി കഷ്ണം അവിടെയും ഇവിടെയൊക്കെ സാധാരണ നിൽക്കണ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തങ്ങി നിൽക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെയാണ് തിരിച്ചെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുക എന്നുള്ള രീതിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അത്യാവശ്യം നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും സാരമില്ല. നമുക്കിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളകാണ്. ഈ പച്ച കുരുമുളക് ഞാൻ ഏകദേശം ആ ചേർത്തിരിക്കുന്നത് മുഴുവൻ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പച്ച കുരുമുളകിന് എരിവ് കുറവായിരിക്കും ഉണക്ക കുരുമുളകിനെക്കാട്ടിലും. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു കുരുമുളകിൻ്റെ എരിവ് കുറച്ച് കുറവാണ്. ഞാൻ 6-7 കൊല എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ. നിങ്ങൾ എരിവ് നോക്കി ചേർക്കുക. ഞാൻ ഇത്രയും ചേർത്തപ്പോൾ ഒരു മീഡിയം സ്പൈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ എരിവ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് ഇഞ്ചി, അതുപോലെ ഗ്രാമ്പൂ, പച്ചക്കുരുമുളക്, ഇത് 3ആണ് ഇതിൻ്റെ എരിവ്. പിന്നെ പച്ചമുളക് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ചേർക്കുന്നില്ല. അപ്പോൾ അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മണം മാത്രം, ഫ്ലേവർ മാത്രമാണ് ആ കറിയിൽ വരുള്ളൂ, ആ റോസ്റ്റിൽ വരുള്ളൂ.
അപ്പോൾ മെയിൻ എരിവ് എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒട്ടും തന്നെ ഇതുപോലെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് കറക്കിയെടുത്തിട്ട് വരാനായിട്ട്. ഞാനൊന്ന് ഇത് കറക്കിയെടുത്തിട്ട് വരട്ടെ. ഇപ്പം നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ കറി തയ്യാറാക്കുന്നത് നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ബാക്കിയുള്ള ചേരുവകളും എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഇതിന് മുൻപും പല മട്ടൺ റെസിപ്പികളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് മട്ടൻ്റെ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ബീഫ് തയ്യാറാക്കാം, ചിക്കൻ തയ്യാറാക്കാം, വെജിറ്റേറിയൻസിന് സോയ വെച്ചും പൊട്ടറ്റോ വെച്ചും ഒക്കെ തയ്യാറാക്കാം. ഇനി ഞാനിതൊരു കുക്കറിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വേവിച്ച് എടുക്കാൻ ഏറ്റവും എളുപ്പം കുക്കറാണ്. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ നമുക്ക് ഇത് ചൂടാവണമെന്നോ മട്ടൻ റോസ്റ്റ് ചെയ്തെടുക്കണമെന്നോ ഒന്നുമില്ല. ഡയറക്റ്റ് മട്ടൻ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം. വെന്തതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും കുക്കറിലാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പം കേട്ടോ. അപ്പം ഞാൻ മട്ടൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അരിയൊന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഒരു മീഡിയം സൈസിൽ സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിനും കൂടുതൽ നിങ്ങൾക്ക് നിറയെ ഗ്രേവി ആയിട്ട് നല്ലോണം പെരണ്ടിരിക്കുന്ന അത്യാവശ്യം പെരണ്ട രീതിയിലാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നതെല്ലാം ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസ് സവോള കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലയും അത് മിക്സി കഴുകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമല്ലിയാണ് കേട്ടോ. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്, പച്ച മല്ലിപ്പൊടിയാണ് ഇത്. ഇത് ഞാൻ ഏകദേശം ഒരു 4 ടീസ്പൂൺ, നിറച്ച് 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടി കുറച്ച് മല്ലി എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിപ്പൊടിയാണ്, പച്ചമല്ലി വീട്ടിലില്ല, മല്ലിപ്പൊടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറക്കാത്ത പച്ചമല്ലിപ്പൊടി നിറച്ച് 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണമെന്നില്ല, കാരണം മട്ടനിൽ നിന്ന് നിറയെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ഇനി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി റോസ്റ്റായി എടുക്കാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് കറി ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ റോസ്റ്റായി എടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. മട്ടൻ എന്നുള്ള വെള്ളത്തിൽ തന്നെ ഈ കഷ്ണങ്ങളും നമ്മുടെ മട്ടനും ഒക്കെ നന്നായി വെന്ത് കിട്ടും. പിന്നെ വേവുന്നത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ്. എൻ്റെ കുക്കറിൽ ഏകദേശം ഒരു 3-4 വിസിൽ വെച്ച് കഴിഞ്ഞാൽ, മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് 4-5 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കർ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 4 വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുക്കർ ഓഫ് ചെയ്യും. അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ വെന്തോ നോക്കണ്ടേ, അതുപോലെ ഉപ്പ് എരിവൊക്കെ മതിയോ നോക്കാം. നന്നായിട്ട് കണ്ടോ, വെള്ളം അതിൽ തന്നെ ഊറി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ മട്ടൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേവുന്നത് നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാം, കാരണം എല്ലും കഷ്ണമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വരുന്ന രീതിയിൽ കിടക്കുന്നുണ്ടാവും. എല്ലുള്ള കഷ്ണങ്ങളൊക്കെ കണ്ടോ, ആ രീതിയിലായിട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം കഷ്ണമൊക്കെ ഒരു 80% കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി കുരുമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ച് എരിവ് കുറവാണ് ഈ സമയത്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ഈ സമയത്ത് ചതച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ച നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ചേർത്താൽ മതി, റോസ്റ്റ് ചെയ്ത് ചേർക്കണമെന്നൊന്നുമില്ല. ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഇതിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കണോ, ഞാൻ കുക്കറിൽ നിന്ന് ഒരു വലിയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി. അപ്പോഴാകുമ്പോൾ നമുക്ക് എണ്ണയുടെ അളവും അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. അടി പിടിക്കാതെ ശ്രദ്ധിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഓൾ സ്പൈസസിൻ്റെ ഇലയാണ്. ഭയങ്കര ഒരു മണമാണ് കേട്ടോ. സർവ്വസുഗന്ധി ഇല എന്ന് പറയും, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് മുൻപുള്ള വെജിറ്റബിൾ കറികളിലൊക്കെ ഞാനിത് ആഡ് ചെയ്തിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണിത്. ഇത് നമുക്ക് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഇത് എടുത്ത് കളയാം കേട്ടോ. അത് വേണമെന്നില്ല, അതിൻ്റെ മണമെല്ലാം ആ കറിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല എടുത്ത് കളയാവുന്നതേ ഉള്ളൂ.
നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറികൾക്കൊക്കെ തരുന്നത്. ഞാനിങ്ങനെ കുറുമ എന്തെങ്കിലും പുലാവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇല ചേർക്കാറുണ്ട്. ഒരു പ്രത്യേക മണമാണ് അതിന്. സർവ്വസുഗന്ധി ഇല ഇല്ലാത്തവർ ചേർക്കണ്ട, ടെൻഷനൊന്നും വേണ്ട. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ പട്ട ഗ്രാമ്പൂവിൻ്റെ ഇലയില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ബേ ലീഫ്, അത് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതില്ലെങ്കിലും കറിക്ക് സ്വാദിന് കുറവൊന്നും ഉണ്ടാവില്ല. ഇത്ര മസാലയെ വേണ്ടുള്ളൂ, അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി വരുന്നുണ്ട്. നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ മാത്രമേ എണ്ണ ചേർത്തിട്ടുള്ളൂ. പിന്നെ മട്ടണിൽ തന്നെ എണ്ണ കിനിഞ്ഞ് വരും. ഇനി അധികം നെയ്പ്പില്ലാത്ത മട്ടനാണ് നിങ്ങൾ മേടിച്ചതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് വരട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വരട്ടിയെടുക്കണം. അപ്പോൾ കണ്ടോ, ഞാൻ ആ സർവ്വസുഗന്ധി ഇലയെല്ലാം എടുത്ത് കളയാൻ മാക്സിമം കിട്ടുന്നതെല്ലാം എടുത്ത് കളയുന്നുണ്ട്. നമ്മളുടെ കറിയിലേക്ക് അതിൻ്റെ മണമെല്ലാം ഇറങ്ങി ചെന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വരട്ടി അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരും. അതുവരെ നമുക്ക് വരട്ടിയെടുക്കണം. മാത്രമല്ല ഈ ഒരു കളർ കംപ്ലീറ്റ് മാറി ഡാർക്ക് കളറിലേക്കായി മാറും കേട്ടോ. അതായത് ബീഫൊക്കെ റോസ്റ്റാക്കി കിട്ടുന്ന രീതിയിലുള്ളൊരു കളറിലേക്ക് മാറും. ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് എൻ്റെ ആ കിച്ചണിൽ ഇങ്ങനൊരു ഈ LED ലൈറ്റ് കാരണമാണ് ഈ ഒരു കളറിൽ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വരട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് വരട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മസാലകളുടെയൊക്കെ നല്ലൊരു മണവും നല്ലൊരു സ്വാദാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. ഈ റെസിപ്പി ഉണ്ടാക്കി തീരുമ്പോഴേക്കും അയൽവക്കക്കാരെയും കൂടി വിളിച്ചോർത്തും ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര നല്ല മണമാണ് കേട്ടോ. ഇത് കൂട്ടി ഒരു പിടി പിടിക്കുകയില്ല ഈ ഒരു ക്രിസ്മസിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എനിക്ക് തീർന്നിട്ടില്ല. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പച്ചമുളകും കറിവേപ്പിലയും ലാസ്റ്റ് ചേർത്തത് എന്തിനറിയോ, ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. എരിവ് ഇറങ്ങില്ല. പച്ചമുളകിൻ്റെ മണം ആ ഒരു റോസ്റ്റിലേക്ക് നന്നായിട്ട് മിക്സായി വരും. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു റോസ്റ്റ്. നമ്മുടെ മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ടാവും, കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. ഇത് കണ്ടാൽ തന്നെ മട്ടനാണോ ബീഫാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. രുചിയാണോ അപാര രുചിയും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നല്ല കുത്തരിച്ചോറ്, അതുപോലെ നെയ്ച്ചോറ്, പൊറോട്ട എന്തിൻ്റെ കൂടി അടിപൊളിയായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വിരൽ കടിക്കുന്ന റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. എല്ലാവരും ഈ ക്രിസ്മസിനെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. വേറൊരു റെസിപ്പിയായി കാണാം. താങ്ക്